എനിക്ക് വന്നൊരു കമൻറ്റാണ്, ചേച്ചി ഞാൻ അടുത്ത മാസം ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുവാണേ. ചേച്ചിയുടെ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ആയി. ഒരു കാര്യം ചോദിക്കട്ടെ, അവിടുത്തെ സ്റ്റാഫിനെ പറ്റിയും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയും ഒന്ന് പറഞ്ഞു തരാമോ? അവർ പറയുന്ന ജർമ്മൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആകുമോ? അവിടെ എത്തിയിട്ട് ഒരിക്കൽ തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് B2 പഠിച്ചിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമുക്കെല്ലാം നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് പറയുന്ന എല്ലാം മനസ്സിലാകണമെന്നൊന്നുമില്ല. ഞാനൊക്കെ ആദ്യം വന്നപ്പോൾ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. ഒന്നും മനസ്സിലാകത്തൊന്നുമില്ലായിരുന്നു അവർ പറയുന്നത്. പിന്നെ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന കുറച്ച് വാക്കുകൾ മാത്രമേ സ്റ്റാഫ് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവരോട് പറയാം ഇഷ് ഹാബി ദസ് നിഷ്ട് ഫെർസ്റ്റാൻഡൻ ബിറ്റ് കനൻസി ബിറ്റ് നോഹ്മാൽ സാഗെന്നോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും മനസ്സിലായില്ല, അവർ പറയുന്നത് ഇവർ ജർമ്മൻകാർ ഭയങ്കര സ്പീഡ് സംസാരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവരോട് പറയാം ഇഷ് ഹാബി ദസ് ലൈഡർ നിഷ്ട് ഫെർസ്റ്റാൻഡൻ ബിറ്റ് ലാങ്സാം സ്പ്രെഹൻ, അതായത് സ്പീഡ് കുറച്ച് പറയാവോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. എന്നാലും 90% ആൾക്കാർ നമ്മളോട് സഹകരിക്കുന്നതും നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ 10% ആൾക്കാർ ചൊറിയുന്ന സ്റ്റാഫുമാരും ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ ഒരു 10% ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും വ്യത്യസ്തരാണ്. പിന്നെ അവർ ചൊറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവർ പിന്നെ പറഞ്ഞു തരാതിരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ, അവർ നമുക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് പോലെ ഇവിടെ ബഹുമാനം ഇല്ലാന്നല്ല, ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരെയും സാറ് മേഡം അങ്ങനെയൊന്നും വിളിക്കാറില്ല. നമ്മൾ അവരുടെ ഒന്നെങ്കിൽ ഫ്രൗ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയും, അല്ലെങ്കിൽ ഹെർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരാണ് പറയുന്നത്. നമ്മുടെ ഇൻചാർജിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരോടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈൻ എന്നുള്ള ഫോം ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈനൻ വെച്ച് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുകയാണ് വേണ്ട നിങ്ങൾ ദൂ ഫോം ഉപയോഗിച്ചാൽ മതി, നമ്മൾ കൊളീഗ്സ് അല്ലേ, നമ്മൾ ഈ ദൂ ഫോം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മുതൽ നമുക്ക് ദൂ ഫോം ഉപയോഗിച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ഈ ഷ്യൂൻഷ് ഈനൻ അയനൻ ഷോണൻ ടാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഞങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ einen schonen Tag എന്ന് മാത്രമായിരിക്കും പറയുന്നത്. ചൂസ് einen schonen Tag എന്നോ അല്ലെങ്കിൽ ചൂസ് einen schonen Abend, schones Wochenende എന്നൊക്കെ ഇത്രമാത്രം ഇപ്പം പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോഴും പേഷ്യൻറ്റിനായാലും നമ്മൾ പേരാണ് വിളിക്കുന്നത്. അതിൽ ഹെർ പേഷ്യൻ്റെ പേര് അല്ലെങ്കിൽ ഫ്രൗ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റെ പേരാണ് വിളിക്കുന്നത്. അത് 90 അല്ല 100 വയസ്സായ അപ്പച്ചനെ അമ്മച്ചിനെ ആരെ ആയാലും അവരുടെ പേരാണ് വിളിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇവിടെ ഇവർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇത് എന്താ സംഭവം നമ്മളിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളൊരു 1-2 മാസത്തിനുള്ളിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഭാഷ അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് നിൽക്കാൻ പാടില്ല. നമുക്ക് അറിയാവുന്ന ഭാഷ വെച്ച് നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തെറ്റുകളിലൂടെയാണ് നമ്മളും പഠിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചൂസ്.